ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഉപന്യാസ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് ദേവസ്വം. 18 വയസ്സ് പൂർത്തിയായവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. കൃഷ്ണഗീതിയിലെ ഭക്തിസാധകമായ ദാർശനിക പശ്ചാത്തലം ഇന്നതാണ് വിഷയം. ഉപന്യാസം എഴുതുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, എത്ര പേർക്ക് അറിയാം ഈ കൃഷ്ണഗീതി എന്താണെന്ന്? ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂരമ്പല വിശേഷം യൂട്യൂബ് ചാനലിന്റെ നമസ്കാരം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൃഷ്ണഗീതിയെ കുറിച്ചാണ്. എങ്ങനെയാണ് കൃഷ്ണഗീതിയുടെ ഉത്ഭവം എന്നാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ പ്രധാന വഴിപാടുകൾ ഒരുപാടുണ്ടെന്ന് ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൽ ഉദയാസ്തമന പൂജയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ രണ്ടാമത്തെ വഴിപാടാണ് കൃഷ്ണനാട്ടം. കേരളത്തിന്റെ മുഖമുദ്രയായ കഥകളിയുടെ ആദ്യ രൂപങ്ങളിൽ ഒന്നാണ് ഈ കൃഷ്ണനാട്ടം. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കൃഷ്ണനാട്ടത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പണ്ട് സാമൂതിരിയായിരുന്ന മാനവേദ രാജയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് സ്വദേശിയായിരുന്നെങ്കിലും മാനവേദ രാജ കൂടുതൽ കാലവും ചിലവഴിച്ചിരുന്നത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത്, ഗുരുവായൂരിൽ തന്നെയായിരുന്നു. അങ്ങനെ അക്കാലത്തൊരിക്കൽ അദ്ദേഹം വില്വമംഗലം സ്വാമിയാരെ കാണാനിടയായി. അങ്ങനെ ദിവ്യദൃഷ്ടി കൊണ്ട് ഭഗവാനെ നിത്യവും കാണാൻ കഴിവുണ്ടായിരുന്ന വില്യമംഗലം സ്വാമിയാരോട് ഈ സാമൂതിരി പറഞ്ഞു, തനിക്കും അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാകണം. അങ്ങനെ മാനവേദൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഭഗവാന്റെ അനുവാദമില്ലാതെ അത് സാധിക്കില്ല എന്നായിരുന്നു സ്വാമിയാര് മാനവേദന് കൊടുത്ത മറുപടി. പിറ്റേന്ന് രാവിലെ വീണ്ടും മാനവേദനെ കണ്ടപ്പോൾ ഭഗവാൻ തനിക്ക് അതിനുള്ള അനുവാദം നൽകിയെന്നും എന്നാൽ ഒരിക്കൽ മാത്രമേ താങ്കൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളെന്നും വില്യമംഗലം സ്വാമിയാര് മാനവേദ രാജനോട് പറഞ്ഞു. അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തില് ഈ കൂത്തമ്പലം ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്ത് ഒരു ഇലഞ്ഞിമരമായിരുന്നു ഉണ്ടായിരുന്നത്. വില്യമംഗലം സ്വാമിയാരെ ഒന്ന് കാണിച്ചു കൊടുത്തതും അവിടെ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഭഗവാനെയാണ് സാമൂതിരിയായ മാനവേദരാജന് കാണാനിടയായത്. തന്റെ ജന്മം സഫലമായത് മനസ്സിലാക്കി അദ്ദേഹം ഓടിച്ചെന്ന് ഭഗവാനെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഭഗവാൻ അപ്പോഴേക്കും അപ്രത്യക്ഷനായി കഴിഞ്ഞു. എന്നാൽ തന്റെ ഭക്തന് ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ഭഗവാൻ അവിടെ ഒരു മൈപ്പീലി സമ്മാനിച്ചിട്ടാണ് സ്ഥലം വിട്ടത്. അങ്ങനെ ആ കിട്ടിയ മൈപ്പീലി ഉപയോഗിച്ചാണ് മാനവേദൻ കൃഷ്ണനാട്ടത്തിലെ കിരീടം സൃഷ്ടിച്ചെടുത്തത്. തനിക്ക് ദർശനം കിട്ടിയ ഇലഞ്ഞിമരത്തിന്റെ തടി കൊണ്ട് ഒരു കൃഷ്ണ വിഗ്രഹം സൃഷ്ടിച്ച അദ്ദേഹം അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കൃഷ്ണഗീതി രചിക്കുന്നത്. കൃഷ്ണനാട്ടത്തിലെ വേഷവിധാനങ്ങളും എല്ലാം ആ ഇലഞ്ഞിമരം കൊണ്ട് തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തതെന്നാണ് പറയുന്നത്. ജയദേവരുടെ ഗീതാ ഗോവിന്ദത്തെയാണ് കൃഷ്ണഗീതിക്ക് അദ്ദേഹം മാതൃകയാക്കി എടുത്തത്. തുടർന്ന് പിന്നീട് ഒരു തുലാം 30-ന് അദ്ദേഹം തന്റെ ആ കൃഷ്ണഗീതി ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. ആ ദിവസമാണ് നമ്മൾ കൃഷ്ണഗീതി ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അങ്ങനെ മാനവേദ രാജൻ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യത്തെ ആസ്പദമാക്കി നിർമ്മിച്ചെടുത്ത കലാരൂപമാണ് നാം ഇന്ന് കാണുന്ന ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം. ഈ കൃഷ്ണനാട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതം 8 കഥകളാക്കിയാണ് കൃഷ്ണനാട്ടം ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ഇങ്ങനെയാണ് പോകുന്നത്: അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണായുദ്ധം, സ്വർഗാരോഹണം എന്നിങ്ങനെയാണ് ആ 8 കഥകൾ. ഇന്നലെ രാസക്രീഡയായിരുന്നു കളി, ഇന്ന് കംസവധമാണ്. അവ ഇതാത് ക്രമത്തിലാണ് ചെയ്തു വരുന്നത്. എന്നാൽ ദുഃഖപര്യവസ്ഥയായി കഥ അവസാനിക്കുന്നത് കൊണ്ട് സ്വർഗാരോഹണം കഴിഞ്ഞ് വീണ്ടും അവതാരം കളിച്ചാണ് പൂർത്തമാക്കുന്നത്. രാത്രി ക്ഷേത്രനട അടച്ചതിന് ശേഷം നമ്മുടെ വടക്കേ നടപ്പുരയിൽ വെച്ചിട്ടാണ് കൃഷ്ണനാട്ടം കളി നടത്തുന്നത്. ചൊവ്വാഴ്ചയും പരിശീലന കാലവും ഒഴിച്ചുള്ള എല്ലാ ദിവസവും ഇതുണ്ടാകാറുണ്ട്. ഇപ്പോൾ പരിശീലന കാലമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കളി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വത്തിന്റെ വകയാണ് കളി നടക്കുന്നത്. 10 കളികളാണ് ദേവസ്വത്തിന്റെ വക നടന്നുകൊണ്ടിരിക്കുന്നത്. 8 കഥകളിൽ ഏതെങ്കിലും ഒന്നാണ് ഓരോ ദിവസം കളിക്കുന്നത്. ഓരോ കഥയ്ക്കും അതിൻ്റെതായിട്ടുള്ളൊരു ഫലവും പറയുന്നുണ്ട്. അത് ഇപ്രകാരം നമുക്ക് പറയാം: അവതാരം കഥ ചെയ്യുന്ന ആൾക്കാർക്ക് സന്താന ലബ്ധിയും, കാളിയമർദ്ദനം വിഷബാധ ശമനത്തിനും, രാസക്രീഡ കന്യകമാരുടെ ശ്രേയസ്സിനും നല്ല ദാമ്പത്യത്തിനും, കംസവധം ശത്രുനാശത്തിനും, സ്വയംവര വിവാഹത്തിനും വിദ്യാഭ്യാസ പൂർത്തിക്കും, പിന്നെ അപവാദ ശമനത്തിനും, ബാണായുദ്ധം ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും ദേവപ്രീതിക്കും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. വിവിധയിനം കാർഷിക വാണിജ്യ മേഖലയിലെ അഭിവൃദ്ധിക്കും ദാരിദ്ര്യ ശമനത്തിനും സ്വർഗാരോഹണവും മോക്ഷ പ്രാപ്തിക്കുമായിട്ടാണ് നടത്തുന്നത്. വിവിധയിനം കാർഷിക വാണിജ്യ മേഖലയിലെ ഈ അഭിവൃദ്ധിക്കും ദാരിദ്ര്യ ശമനത്തിനും ബാണായുദ്ധം ചെയ്യുന്നത്
സ്വർഗാരോഹണം മോക്ഷപ്രാപ്തിക്ക് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. സ്വർഗാരോഹണം ബുക്ക് ചെയ്യുന്നവര് അവതാരം കളിയും ബുക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം അതൊരു ദുഃഖപര്യവസ്ഥയായി തീരുന്നത് കൊണ്ട് അവതാര കളിയും കൂടെ ചെയ്ത് ഒരു സന്തോഷത്തിൽ അത് പര്യവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. വഴിപാടുകാരൻ്റെയും വഴിപാടുകാരി ചെയ്യുന്ന ആൾക്കാരുടെയും വീട്ടുകാരടക്കം നിരവധി ആളുകളാണ് കൃഷ്ണനാട്ടം കാണാനായിട്ട് രാത്രി ഉറക്കം വിളിച്ച് ക്ഷേത്രത്തിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ദേവസ്വം നടത്തുന്ന ഉപന്യാസ മത്സരത്തിൽ കൃഷ്ണഗീതി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ കൃഷ്ണഗീതിയിലെ ഭക്തിസാധകമായ ദാർശനിക പശ്ചാത്തലം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഉപന്യാസം രചിക്കുന്ന ആൾക്കാർ ഈ കഥയൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഉപന്യാസം രചിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഹരേ കൃഷ്ണ.